ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് സ്നേഹം കൊതിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. ഇവ പൊതുവായ സ്വഭാവങ്ങളാണ്, എല്ലാവർക്കും ഒരേപോലെ ബാധകമാകണമെന്നില്ല. ശ്രദ്ധ തേടൽ. അവൾ പുരുഷന്റെ ശ്രദ്ധയും സമയവും കൂടുതൽ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് സമയം ചെലവഴിക്കാനോ സംസാരിക്കാനോ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കാം. വൈകാരിക ബന്ധം. അവൾ തന്റെ വികാരങ്ങളും ചിന്തകളും പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു, അവന്റെ വികാരങ്ങളെക്കുറിച്ച് അറിയാൻ താൽപര്യം കാണിക്കുന്നു. ശാരീരിക അടുപ്പം. സ്നേഹസ്പർശങ്ങൾ, ആലിംഗനം അല്ലെങ്കിൽ അടുത്തിരിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള ശാരീരിക അടുപ്പം തേടുന്നു. പ്രശംസ ആഗ്രഹിക്കൽ. തന്റെ പ്രവൃത്തികളോ രൂപമോ പ്രശംസിക്കപ്പെടാൻ അവൾ ഇഷ്ടപ്പെടുന്നു, അവന്റെ അംഗീകാരം പ്രതീക്ഷിക്കുന്നു. അവന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൽ. അവന്റെ താൽപര്യങ്ങൾ, ഹോബികൾ അല്ലെങ്കിൽ ജീവിതരീതി എന്നിവയിൽ ശ്രദ്ധ കാണിക്കുന്നു, അവനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി. വിശ്വാസം പ്രകടിപ്പിക്കൽ. തന്റെ രഹസ്യങ്ങൾ, ഭയങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് അവനോടുള്ള വിശ്വാസവും സ്നേഹം തേടുന്നതിന്റെ ലക്ഷണമാണ്. അസൂയ അല്ലെങ്കിൽ ഉത്കണ്ഠ. അവന്റെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ ചെറിയ അസൂയോ അരക്ഷിതാവസ്ഥയോ പ്രകടിപ്പിക്കാം. പിന്തുണ നൽകൽ. അവന്റെ പ്രശ്നങ്ങളിൽ പിന്തുണയും സഹാനുഭൂതിയും കാണിക്കുന്നു, അവന്റെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം നേടാൻ ശ്രമിക്കുന്നു. ഈ ലക്ഷണങ്ങൾ വ്യക്തിയുടെ സ്വഭാവവും സാഹചര്യവും അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഓരോ വ്യക്തിയും തനതായ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാൽ തുറന്ന സംഭാഷണവും പരസ്പര ബഹുമാനവും ബന്ധത്തിൽ പ്രധാനമാണ്. വിശ്വാസം വിവിധ തരങ്ങളിൽ പ്രകടമാകുന്നു, പ്രത്യേകിച്ച് ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. വൈകാരിക വിശ്വാസം. പങ്കാളിയുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസം. ഉദാഹരണം, തന്റെ വികാരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവ കേൾക്കപ്പെടുമെന്നും തള്ളിക്കളയപ്പെടില്ലെന്നും ഉള്ള വിശ്വാസം. ശാരീരിക വിശ്വാസം. പങ്കാളിയുടെ ശാരീരിക സുരക്ഷയും അതിരുകളും ബഹുമാനിക്കപ്പെടുമെന്നുള്ള വിശ്വാസം. ഉദാഹരണം, ശാരീരിക ബന്ധത്തിൽ സമ്മതവും സുഖവും ഉറപ്പാക്കൽ. സത്യസന്ധതയുടെ വിശ്വാസം. പങ്കാളി സത്യസന്ധനായിരിക്കുമെന്നും രഹസ്യങ്ങൾ ഒളിക്കില്ലെന്നുമുള്ള വിശ്വാസം. ഉദാഹരണം, വാക്കുകളിലും പ്രവൃത്തികളിലും സുതാര്യത. വിശ്വസ്തതയുടെ വിശ്വാസം. പങ്കാളി ബന്ധത്തോട് വിശ്വസ്തനായിരിക്കുമെന്നുള്ള വിശ്വാസം, പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ. ഉദാഹരണം, മറ്റുള്ളവരുമായുള്ള അനുചിതമായ ബന്ധങ്ങളിൽ ഏർപ്പെടില്ലെന്ന വിശ്വാസം. വാഗ്ദാന വിശ്വാസം. പങ്കാളി നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ള വിശ്വാസം. ഉദാഹരണം, ഒരുമിച്ചുള്ള ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുമെന്നോ ചെറിയ കാര്യങ്ങളിൽ പോലും വാക്ക് പാലിക്കുമെന്നോ ഉള്ള വിശ്വാസം. വൈജ്ഞാനിക വിശ്വാസം. പങ്കാളിയുടെ ബുദ്ധിപരമായ തീരുമാനങ്ങളിലും വിശ്വാസ്യതയിലും ഉള്ള വിശ്വാസം. ഉദാഹരണം, ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കാൻ കഴിയുമെന്ന വിശ്വാസം. ഈ വിശ്വാസങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒന്നിന്റെ അഭാവം മറ്റുള്ളവയെ ബാധിച്ചേക്കാം. ബന്ധത്തിന്റെ ശക്തി നിലനിർത്താൻ ഈ തരങ്ങളെല്ലാം വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. വിശ്വാസം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്, അത് സൗഹൃദമോ പ്രണയമോ കുടുംബബന്ധമോ പ്രൊഫഷണൽ ബന്ധമോ ആകട്ടെ. വിശ്വാസം തകർന്നാൽ അത് ആശയവിനിമയത്തിൽ വിള്ളലുകൾ, പരസ്പരം സംശയം, വൈകാരിക അകലം അല്ലെങ്കിൽ ബന്ധം പൂർണ്ണമായി തകരുന്നതിന് വരെ കാരണമാകാം.